വർഷങ്ങൾക്ക് ശേഷമാണ് ദേവസ്വം ബോർഡിന്റെ അനുമതി വാങ്ങി ശബരിമലയിൽ ഒരു സിനിമാ ചിത്രീകരണം നടത്തുന്നത്. തരുൺമൂർത്തി മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറക്കുന്ന അതിമനോഹരം സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ പ്രധാനമായും തൊടുപുഴയാണെങ്കിലും ശബരിമലയിലും ചിത്രീകരണം നടക്കും. വിശ്വാസം ഹനിക്കുന്നതും ശബരിമലയെ മോശമാക്കുന്നതുമായിട്ടുള്ള ഭാഗങ്ങൾ ഉണ്ടാകരുതെന്നും തിരക്കഥ കാണിക്കണമെന്നുമുള്ള ഉപാധികളോടുകൂടിയാണ് ദേവസ്വം ബോർഡ് ചിത്രീകരണത്തിന് അനുമതി നൽകുകയും ചെയ്തിട്ടുള്ളത്. ഇതിനു മുൻപ് ശബരിമലയിൽ ചിത്രീകരണം നടന്നത് 1986 അന്ന് പുറത്തിറങ്ങിയ നമ്പിനോർ കെടുവതില്ലേ എന്ന സിനിമയുടെ ചിത്രീകരണം ഏറെ വിവാദമുണ്ടാക്കുകയും ചെയ്തിരുന്നു. അതൊരു തമിഴ് സിനിമയുമായിരുന്നു. 1986 മാർച്ച് 8 മുതൽ 13 വരെയായിരുന്നു ശബരിമല സന്നിധാനത്ത് സിനിമയ്ക്കായി ചിത്രീകരണം നടത്തിയത്. മുടങ്ങാതെ അയ്യപ്പ ദർശനം നടത്തിവന്ന ശങ്കരനായിരുന്നു സിനിമയുടെ സംവിധായകൻ. യുവതികളായ താരങ്ങളെ മലകയറ്റി 18ാം പടിക്കൽ നൃത്തം ചെയ്യിപ്പിച്ചു സിനിമ ചിത്രീകരിച്ചു എന്നുള്ള കാര്യം ആരോപിച്ചുകൊണ്ട് കായംകുളം സ്വദേശി വി രാജേന്ദ്രൻ 1986 ജൂലൈയിൽ റാന്നി കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. താരങ്ങളായ ജയശ്രീ, സുധാചന്ദ്രൻ, അനു, വടുവുക്കരശി, മനോരമ എന്നിവരായിരുന്നു കേസിൽ 1 മുതൽ 5 വരെയുള്ള പ്രതികൾ. 6ാം പ്രതി സംവിധായകൻ ശങ്കരനായിരുന്നു. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ ഭാസ്കരൻ നായർ, അംഗങ്ങളായ സരസ്വതി കുഞ്ഞികൃഷ്ണൻ, ഹരിഹരയ്യർ എന്നിവരായിരുന്നു 7 മുതൽ 9 വരെയുള്ള പ്രതികൾ. 1986 സെപ്റ്റംബറിൽ താരങ്ങൾ ഹാജരായി ജാമ്യമെടുക്കുകയും ചെയ്തു. 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് ഗോപാലകൃഷ്ണപിള്ള പ്രതികൾക്ക് 1000 രൂപ വീതം പിഴയിടുകയും ചെയ്തു. നടി മനോരമയ്ക്ക് 50 വയസ്സ് കഴിഞ്ഞതിനാൽ ഇവരെ കേസിൽ നിന്ന് വിട്ടയച്ചു. സംവിധായകനിൽ നിന്ന് 7500 രൂപ ഫീസ് വാങ്ങിയായിരുന്നു ശബരിമലയിൽ ചിത്രീകരണം നടന്നത്. ഇക്കാരണത്താൽ ദേവസ്വം ബോർഡ് അധികൃതരും കേസിൽ പെടുകയും ചെയ്തു. ഏതായാലും വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സിനിമാ ചിത്രീകരണം ശബരിമലയിൽ നടക്കുന്നത്. അതിൻ്റെ എല്ലാ ത്രില്ലിലും ആവേശത്തിലും അണിയറ പ്രവർത്തകർ ഉണ്ടെങ്കിൽ പോലും ഹിന്ദു ആചാരപ്രകാരമുള്ള വിശ്വാസവും അതോടൊപ്പം ഹിന്ദു ആചാരപ്രകാരമുള്ള ചടങ്ങുകൾക്കും യാതൊരു തരത്തിലുള്ള തടസ്സവും കോട്ടവും വരാത്ത രീതിയിലാകണം ചിത്രീകരണം എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ശബരിമലയിലെ ചിത്രീകരണം അത്തരത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. പത്മകുമാറിനൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് അഭിജിത് ജയൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.